അങ്കമാലി അതിരൂപതയിൽ ഏകീകൃത കുർബാന നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് 2024 ജൂൺ 9 ഒരു സർക്കുലറും ജൂൺ 21 സിനഡാനന്തര അറിയിപ്പും ജൂലൈ 1 മറ്റൊരു അറിയിപ്പും നൽകിയിരുന്നല്ലോ. ആദ്യത്തേത് മാർപ്പാപ്പയുടെ നിർദ്ദേശപ്രകാരം റോമിൽ വെച്ച് നടന്ന ഉന്നത അധികാര സമിതിയുടെ തീരുമാനം അനുസരിച്ചും, രണ്ടാമത്തേത് സീറോ മലബാർ സഭ സിനഡിന്റെ അഭിപ്രായം അനുസരിച്ചും, അവസാനത്തേത് മാർ പാംബ്ലാനി മെത്രാന്റെ നേതൃത്വത്തിൽ എറണാകുളത്തെ വിമതരുമായി ഉണ്ടാക്കിയ കരാർ അനുസരിച്ചും പുറപ്പെടുവിച്ചതാണെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ആദ്യത്തെ സർക്കുലർ കൃത്യമായും ശക്തമായും സഭയുടെ നിലപാടുകൾ അവതരിപ്പിച്ചപ്പോൾ സിനഡാനന്തര അറിയിപ്പ് ആ തീരുമാനങ്ങളെ കൂടുതൽ ഉറപ്പിച്ചു. അതിൽ വിരളിപ്പൂണ്ട വിമതർ മാർ പാംബ്ലാനിയുമായി ഉണ്ടാക്കിയ അവിശുദ്ധ ഏർപ്പാടാണ് മൂന്നാമത്തെ അറിയിപ്പ് എന്ന രീതിയിൽ വിമതർക്ക് അനുകൂലമായി കാര്യങ്ങൾ ക്രമീകരിക്കുകയും ചെയ്തത്. അതിലൂടെ നടപ്പിലായത് സഭാതലവന്റെ അനുഗ്രഹത്തിൽ, അഡ്മിനിസ്ട്രേറ്ററുടെ ആശീർവാദത്തിൽ, മാർ പാംബ്ലാനിയുടെ നേതൃത്വത്തിൽ വിമതർക്ക് അനുകൂലമായി സംവിധാനം ചെയ്യപ്പെട്ട നാടകമാണ് എന്നത് ഈ സഭ ഇന്ന് കടന്നു പോകുന്ന ധാർമ്മിക അപചയത്തിന്റെ അവസാനത്തെ തെളിവായി നമ്മുടെ മുമ്പിൽ നിലകൊള്ളുന്നു. ഈ അവസരത്തിൽ സീറോ മലബാർ സഭയിൽ അംഗമായ വിശ്വാസികൾ വരും തലമുറകളുടെ ആത്മീയ വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമായതും തിരുസഭ കൽപ്പിച്ച് അനുവദിച്ചു തന്നിട്ടുള്ളതുമായ വിശുദ്ധ കുർബാന സീറോ മലബാർ സഭയിൽ എല്ലായിടത്തും ഒരേപോലെ അർപ്പിക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്നു. വർഷങ്ങൾക്ക് മുമ്പേ പരിശുദ്ധ സിംഹാസനം വഴിയായി അനുവദിച്ചു കിട്ടിയിട്ടുള്ളതും 2024 ജൂലൈ 9 സീറോ മലബാർ സഭാ പിതാവായ മാർ റാഫേൽ തട്ടിൽ പിതാവും അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ പുത്തൂർ പിതാവും സംയുക്തമായി ഒപ്പുവെച്ച 4/2024 സർക്കുലർ പ്രകാരം ഏകീകൃത കുർബാന മാത്രമാണ് സഭയുടെ ഔദ്യോഗിക കുർബാന എന്ന അർത്ഥശങ്കയ്ക്ക് ഇടയില്ലാത്ത വിധം പറഞ്ഞിരിക്കുന്നതുമായ ഏകീകൃത വിശുദ്ധ കുർബാന ഇടവക ദേവാലയത്തിൽ നടപ്പിലാക്കാൻ വേണ്ട ധീരമായ നടപടികൾ 2024 ഓഗസ്റ്റ് മാസം 18 മുതൽ നടക്കുന്ന സിനഡിൽ നിന്നും ഉണ്ടാകണമെന്നും 2022 ഡിസംബർ 23-24 തീയതികളിൽ സെന്റ് മേരീസ് ബസിലിക്കയിൽ പ്രതികാര ബുദ്ധിയോടെ തുടർ ആഭിചാര കുർബാനകൾ ചൊല്ലി പരിശുദ്ധ കുർബാനയെ അവഹേളിച്ച പുരോഹിതർക്കെതിരെയും സഭയുടെ പ്രബോധനങ്ങളെ അവഹേളിക്കുകയും തെറ്റായ വായ്മൊഴി വഴി വിശ്വാസികളിൽ ആത്മീയ ഇടർച്ചയ്ക്കും കാരണക്കാരായ വൈദികരെയും അൽമായരെയും വ്യാജക്കേസിൽ പ്രതികളായ വൈദികരെയും മെത്രാനെയും മാതൃകാപരമായും കാനൂനികമായും ശിക്ഷിക്കണമെന്നും എല്ലാ സിനഡ് പിതാക്കന്മാരോടും വിശ്വാസി സമൂഹം ആവശ്യപ്പെടുകയാണ്.